ഗ്ലോബൽ വില്ലേജ്. ദുബായിൽ നമ്മൾ വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാട്ടോ ഈ ഗ്ലോബൽ വില്ലേജ്. ലോകത്തിലെ 75ഓളം രാജ്യങ്ങളുടെ പവലിയനുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ സംസ്കാരവും ഭക്ഷണരീതികളും കലയും വസ്ത്രധാരണവും ഒക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യണം. ഇവിടെ ഉള്ളിൽ കയറാൻ ടിക്കറ്റ് എടുക്കണം. നമുക്ക് ടിക്കറ്റ് കൗണ്ടർ എവിടെ നിന്ന് നോക്കാം. ഇത് ഫൈസൽ ഭായിൻ്റെ മകള് നൈലുമായിട്ട് ജോലി വരുന്നത്. ഇവിടെ ഒരാൾക്ക് അകത്തേക്ക് കയറാൻ 35 ദിർഹമാണ് വരുന്നത്. നമ്മളിവിടെ നമ്മളെടുത്ത ടിക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. അകത്തേക്ക് കയറിയാൽ ഭയങ്കര ഒരു വിശാലമായിട്ടുള്ളൊരു ലോകം തന്നെ കേട്ടോ ഇവർ സെറ്റ് ചെയ്തിട്ടാണ്. അടിപൊളി. അങ്ങനെ കയറിയപ്പോൾ തന്നെ ഒരു പാപ്പൊക്കെ നോക്കിയാൽ ഇത് ഭംഗിയായിട്ട് അവരുണ്ടാക്കിയതൊക്കെ. ഇവിടെ ഓരോ രാജ്യങ്ങൾക്കും ഒരു പവലിയനാണ്. അതിൻ്റെ അകത്ത് കയറിയുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള സൂനിയറുകൾ, ഫുഡുകൾ, വസ്ത്രങ്ങൾ, പാത്രങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. ഇതൊരു മസാജ് സെൻ്ററാണ്, തായ് മസാജ്. ഇത് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ഇന്ത്യയുടെ ഒരു പവലിയനാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ അത് ഇന്ത്യയുടെ പവലിയനല്ല, ഇതൊരു പെർഫ്യൂം കമ്പനിയുടെ ഒരു ഔട്ട്ലെറ്റാണ്. ഇത് തുർക്കിയുടെ പവലിയനാണ്. ഇതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. ഇതിൽ കാണുന്ന ചിത്രപ്പണികളൊക്കെ ഒരു കൈകൊണ്ട് വരച്ചുണ്ടാക്കിയാണ്. സൂപ്പറായിട്ടില്ല. ഇത് നമ്മുടെ ഈ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, അതാണ്. നമ്മുടെ നമ്പറാണ്. നമ്മളവർ ശ്രദ്ധിക്കാണ്ട് പോയാൽ അവർ നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് കളിപ്പിച്ചിട്ട് അവരിലേക്ക് ശ്രദ്ധ ആകർഷിച്ച് എന്നിട്ടവിടെ കച്ചവടം നടത്തുകയാണ് അവരുടെ രീതി. നമ്മളോട് അങ്ങനെ കളിച്ചതുകൊണ്ട് എന്തായി, നമ്മൾ അവിടെ പോയിട്ട് ഐസ്ക്രീം വാങ്ങുകയാണ്. ഇതെന്നാണ് ഒരു ബിസിനസിൻ്റെ രീതികൾ അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഒരു ഐസ്ക്രീമിനെ കച്ചവടം ചെയ്യണമെങ്കിൽ ഇവർക്ക് കുറേ സമയം ഈ കളികളൊക്കെ കളിച്ചിട്ട് വേണ്ട അവർ സെല്ല് ചെയ്യാൻ. ലൈറ്റുകൾ കൊണ്ടൊരു ലോകം തന്നെയാണ്. എന്ത് ഭംഗി, നല്ല രസമുണ്ടല്ലോ. ഇപ്പോൾ നോക്കുമ്പോൾ ആ പല കളറിലുള്ള ലൈറ്റുകൾ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലോബൽ വില്ലേജ് വന്നു കഴിഞ്ഞാൽ ഒരേ ഒരു സ്ഥലത്ത് തന്നെ ലോകത്തെ പല ആൾക്കാരെ ഒരേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ പല വസ്ത്രധാരണവും പല നിറവും. ഈ കാണുന്ന ഈ ബലൂണുകളുണ്ടല്ലോ, ഇത് റേറ്റാട്ടോ 35 ദൂരത്തോളം വരുന്നുണ്ട്.
40,000-ഓളം പേര് ഓരോ വർഷവും വിസിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ കണക്ക്. അത്രയും പേര് ഓരോ വർഷവും ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ്. നല്ല ഉഴത്തിലുണ്ട് കേട്ടോ, കാണുന്ന പോലെ ഒന്നുമല്ല. ഇത് ഒരു ഫുഡ് സ്ട്രീറ്റാണ് അവിടുത്തെ. ഈ ഫുഡ് സ്ട്രീറ്റിനകത്ത് ഇഷ്ടംപോലെ കൗണ്ടറുകളുണ്ട്, പലതരത്തിലുള്ള ഫുഡുകൾ, പിസ്സ ആയിക്കോട്ടെ, ഐസ്ക്രീം, എന്താണെങ്കിലും എല്ലാ സാധനങ്ങളുണ്ട്. ചെറിയൊരു ഇടനാഴി മാതിരിയാണ് ഇത് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു റഷ് ഫീൽ ചെയ്യുന്നു. ശ്രീലങ്കൻ്റെ പവലിയനാണ്. ശ്രീലങ്കൻ്റെ പവലിയൻ്റെ അടുത്തുള്ള വ്യൂ നല്ല രസമായിട്ട് വന്നു. ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഗ്ലോബൽ വില്ലേജിൻ്റെ ബാക്കി ഭാഗങ്ങൾ പാർട്ട് 2 ആയിട്ട് കാണാം. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.